ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചുക്ക് കാപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് കൃഷ്ണ തുളസി പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര കഫക്കെട്ടും ചുമയൊക്കെയാണ്. അപ്പോൾ എത്ര മരുന്ന് കഴിച്ചിട്ടും അങ്ങോട്ട് ശരിക്കും മാറുന്നില്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, പഴയ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാന്ന് പറഞ്ഞാൽ. ഈ കൊറോണയുടെ സമയത്താണേലും ആരും ആദ്യം ഹോസ്പിറ്റലൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോഴൊക്കെ കൂടുതലും പനി, ചെറിയ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ചുക്ക് കാപ്പിയായിരുന്നു എല്ലാവരും ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൊറോണ ഒക്കെ മാറിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ചുക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കാനൊന്നും ആർക്കും നേരമില്ല. ഇതിന് മെനക്കെട്ട പണിക്കൊന്നും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും മരുന്നിൽ ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ടും കഫക്കെട്ട് ചുമയൊന്നും ശരിക്കും മാറുന്നില്ല. അപ്പോൾ ഈ ചുക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തിട്ട് ഇതിൻ്റെ തുളസി ഇലയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇലയൊക്കെ പറിച്ചിട്ട് പോയിട്ടൊന്ന് ചുക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ചുക്ക് കാപ്പി എന്നൊക്കെ പറയുമെങ്കിൽ ശരിക്കും നമ്മളിത് ചുക്ക് കഷായമായിട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കരിനിച്ചിയുടെ ഇലയാണ്. ഈ സസ്യത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് പനിക്കൂർക്കയാണ്, എല്ലാവർക്കും അറിയാം. പനിക്കൂർക്ക കുട്ടികളൊക്കെ ഉള്ള എല്ലാ വീടുകളിലും ഉണ്ടാവാറുള്ളതാണ്. പിന്നെ കൃഷ്ണ തുളസിയുടെ ഇലയും അതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല, കൃഷ്ണ തുളസിയുടെ ഇല, കരിനിച്ചിയുടെ ഇല വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിന് ശേഷം ചുക്ക് നമ്മളെടുത്ത് 2-3 ചുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചുക്കൊന്നും വേണമെന്നില്ല, അതിനകത്ത് കുറേ ഇല ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ചുക്ക് എടുത്തിരിക്കുന്നത്. ഇത് പൊടിച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കൈ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് ഭയങ്കര എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ശരിക്കും കുറച്ച് സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ഇത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് കരിപ്പൊട്ടി ചക്കരയാണ് കേട്ടോ. കരിപ്പൊട്ടി ചക്കര പനയിൽ നിന്നുണ്ടാക്കുന്നതാണ്, കരിമ്പിൽ നിന്നും ഉണ്ടാക്കുന്നതല്ല. പനയിൽ നിന്ന് കൽക്കണ്ടമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആയുർവേദ കടയിൽ നമ്മൾ ചോദിച്ച് വാങ്ങിയാൽ മതി. ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് കൂടുതലും ചുക്ക് കഷായം ഉണ്ടാക്കാൻ ഈ ഒരു ചക്കര തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമുക്ക് മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി എടുത്തതിന് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇത് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ. ഇപ്പോൾ ഈ കരിപ്പൊട്ടി ചക്കരയൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇതുപോലെ നമ്മൾ കോഫി പൗഡർ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല കളറുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ 2 സ്പൂൺ കോഫി പൗഡറും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാൻ കേട്ടോ. ഞങ്ങളിവിടെ മേടിക്കുന്നത് ടാറ്റയുടെ ഗ്രാൻഡ് എന്ന് പറയുന്ന കോഫി പൗഡറാണ്. നല്ല കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ചുക്കും കുരുമുളകും ഒക്കെ വെന്ത നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് ഒന്ന് തിളച്ച് ഒരുവിധമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും നമുക്കിത് അരിച്ച് നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ആക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് കുടിക്കണം. അപ്പോൾ നമ്മുടെ കഫമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. 2 നേരം ഇത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.